ഈ സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷനും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനുമായ ശ്രീ ആർ വി ബാബു, എന്നോടൊപ്പം 1200 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഇവിടെ സന്നിഹിതയായിരിക്കുന്ന സഹപ്രതി ശ്രീമതി കെ പി ശശികല ടീച്ചർ, ശ്രീ എം കെ സജീവ്, ശ്രീ സാബു ശാന്തി, ഉണ്ണികൃഷ്ണൻ മാടവന, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, നാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നിയമവിരുദ്ധമായി ഒരു മനുഷ്യനെതിരെ കേസ് എടുത്ത് പീഡിപ്പിക്കുന്നതിന് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ്. അഭിപ്രായം പറയുന്നതിനും ആ അഭിപ്രായം പ്രചരിപ്പിക്കുന്നതിനും നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശം ഉപയോഗിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ അത് സമാധാനപരമായി അഭിപ്രായം പറഞ്ഞപ്പോൾ നാവടക്കി പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഭരണകൂടത്തിൻ്റെ ഭീകരതയെ എതിർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അത് കർശനമായി എതിർക്കുക തന്നെ വേണം. ഒരാൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ അവകാശമുണ്ടെങ്കിൽ പ്രചരിപ്പിക്കരുത് എന്ന് പറയാനും അവകാശമുണ്ട്. ഭരണഘടന അത് ഭാവന ചെയ്തിട്ടുണ്ട്. അത് പിണറായി വിജയൻ നമുക്ക് നൽകുന്ന ഔദാര്യമല്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത ഉദുമ എന്ന് പറയുന്ന പ്രദേശത്ത് വരെ എനിക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ട്. കണ്ടിട്ടില്ല ഞാൻ ഈ സ്ഥലം. ഒരേ സമയം ടീച്ചറും ഞാനുമൊക്കെ, പാവം എൻ്റെ സ്നേഹിതൻ സെൻകുമാറും എല്ലാം, ഏതാണ്ട് 40 സ്ഥലത്താണ് ഒരേ സമയം ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കലാപം നടത്തിയിരിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ കണ്ടെത്തിയത്. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയൊക്കെ കഴിവെനിക്കുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പിണറായി വിജയൻ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ലോകത്ത് കേട്ടുകേൾവി ഇല്ലാത്ത വിധത്തിൽ ഒരുവൻ്റെ പെൻഷൻ ഞങ്ങൾ തരില്ല എന്ന് പറയുന്ന, എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു കേട്ട് 5 കൊല്ലമായി ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് ബോധ്യപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം കേസെടുക്കാൻ ഉത്തരവിട്ടു എന്ന് പത്രത്തിൽ കണ്ട്. എനിക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല. എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങ് വെടിക്കെട്ടുകാരനെ ഉടുക്കു കൊട്ടി പേടിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരാളാണ്. വൈസ് ചാൻസലറായി ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന കാലത്ത് പറവൂരുള്ള ചില സഖാക്കളായിരുന്നു എൻ്റെ മക്കളെ വരെ ഭീഷണിപ്പെടുത്തി എനിക്ക് ബഹുമാന്യായ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് സംരക്ഷണം തന്നു. ബാലകൃഷ്ണൻ എൻ്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ ബാലകൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, ബാലകൃഷ്ണൻ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം തന്നിട്ട് കാര്യമില്ല, ഈ പോലീസുകാർ എന്ത് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്നേ പറയുള്ളൂ, അതുകൊണ്ട് പോലീസുകാരെ ഞാൻ നിർബന്ധമായിട്ട് ഇടുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഈ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ പോലീസുകാരന് കൂടി ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കുന്നതിന് വേണ്ടി 3 വർഷം ശമ്പളവും തന്നില്ല, പെൻഷനും തന്നില്ല. ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പെൻഷൻ ആനുകൂല്യം വിധിച്ചിട്ട് അത് തരാതിരുന്നു.
അത് തരാതിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റിന് പോയി. കണ്ടംപ്റ്റ് വന്നിട്ട് 1 കൊല്ലം അതിട്ട് നീട്ടി. ഒരു മനുഷ്യനോട് ചെയ്ത കാര്യമാണ്. ആ 1 കൊല്ലം നീട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. നിയമരഹിതമായി, ആ കത്തിലെ വാചകമാണ്, 1 പൈസ പോലും എനിക്ക് ആവശ്യമില്ല. അങ്ങയുടെ ഔദാര്യം കൊണ്ടും എനിക്ക് 1 പൈസയുടെ ആവശ്യം ഇല്ല. നിയമസഹിതമായി ഞാൻ അർഹിക്കുന്നത് എനിക്ക് തന്നേ പറ്റൂ. അത് വാങ്ങിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ അങ്ങ് എന്നെ അനുവദിക്കണം. അത് കഴിഞ്ഞപ്പോഴും വൈസ് ചാൻസലറുടെ പെൻഷൻ എനിക്ക് തരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. നിയമരഹിതമായി. ഞാൻ പിന്നെ അന്ന് PSC ചെയർമാൻ ആയിരുന്നുകൊണ്ട് PSC ചെയർമാൻ ഒരു സംസ്ഥാനത്തിനെതിരെ കേസ് കൊടുക്കുന്നത് നല്ല കീഴ്വഴക്കമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കേസ് കൊടുക്കാതിരുന്നതാണ്. എൻ്റെ അടുത്താണ് ഇപ്പോൾ പിണറായി 1200 കേസ്, ക്രിമിനൽ കേസ് എടുത്തതിന് ശേഷം വന്നിരിക്കുന്നത്. എനിക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് ഇതൊക്കെ സ്റ്റേ ചെയ്യിക്കേണ്ടി വരും. ക്രിമിനൽ കേസിൻ്റെ ഹർജിയും ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പോലീസുകാർ ആരെങ്കിലും ഇപ്പോൾ ലോകനാഥ് ബെഹ്റ വിളിച്ചു പറഞ്ഞാൽ ഉടനെ എന്നെ അറസ്റ്റ് ചെയ്യാം എന്ന് വ്യാമോഹിക്കരുത്. കാരണം അതിന് നിങ്ങൾക്ക് അധികാരമില്ല. കേസ് ഹൈക്കോടതിയിലിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാൽ ഇവനൊന്ന് തട്ടിക്കളയാമെന്ന് തീരുമാനിച്ചാലോ? കാരണം എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റില്ല. ഇവിടെ എൻ്റെ സ്നേഹിതന് ശ്രീ RV ബാബു ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ 4 DGPമാരോടൊപ്പം ജോലി ചെയ്ത ഒരാളാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്ന നിലക്ക്, പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊമോഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനാണ്. ഹോം സെക്രട്ടറി അതിൽ അംഗമാണ്. DGP അതിൻ്റെ കൺവീനറാണ്. ഇതാണ് അതിൻ്റെ ഘടന. 4 DGPമാർക്കൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന DGPയാണ് അവസാനത്തെ DGP. ഈ എല്ലാ DGPമാരും കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്വകാര്യമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ആദ്യം ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നത് ജേക്കബ് പുന്നൂസാണ്. ജേക്കബ് പുന്നൂസ് ഒരു വർഗീയവാദിയൊന്നുമല്ലോ, കറ തീർന്ന സെക്യുലറിസ്റ്റ് അല്ലേ? ആണ്. ജേക്കബ് പുന്നൂസാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ DGP പറഞ്ഞ് ഷാർ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യമായിട്ട് പറയുകയില്ല. എനിക്ക് അദ്ദേഹം കൊച്ചി കോർപ്പറേഷൻ്റെ DCP കമ്മീഷണറായിരിക്കുന്ന കാലം തുടങ്ങി പരിചയമുള്ള ഒരാളാണ്. അന്ന് അദ്ദേഹം എൻ്റെ സ്നേഹിതനായ N. വേണുഗോപാലിൻ്റെ ഒരു അനുയായി ആയിരുന്നു എന്ന കാര്യവും ഞാൻ സാന്ദർഭികമായി ഓർക്കട്ടെ. ഞാൻ അവിടെ നിർത്തേണ്ടത്. കൂടുതൽ വിസ്തരിച്ചാൽ അത് അദ്ദേഹത്തിനും നല്ലതല്ല, പോലീസുകാർക്കും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ മൂടി വെച്ച് നമ്മൾ പുരോഗമനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, ഒരു വസ്തുതയാണ്. ലവ് ജിഹാദ് പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്, അല്ലാതെ ഇവരിപ്പോൾ കൊണ്ടുവന്നതല്ല. ഖുറാനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു അഹിന്ദു മുസ്ലിം അമുസ്ലിം വിവാഹം എങ്ങനെ നടത്തണമെന്ന് പറയുമ്പോൾ പറയുന്നത്, ഒരടിമയെ വിവാഹം ചെയ്താലും അമുസ്ലിങ്ങളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, ആണായാലും പെണ്ണായാലും. അവരെത്ര സൗന്ദര്യമുള്ളവരും അവരെത്ര വിലോഭനീയരാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരെ മുസ്ലിം മതത്തിലെ ഇസ്ലാമിലേക്ക് മാറ്റണം. ഇസ്ലാമിലേക്ക് മാറ്റിയതിന് ശേഷം വിവാഹം കഴിക്കണം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ഈ മധ്യവയസ്സ് കഴിഞ്ഞ ആൺ പെണ്ണുകളെല്ലാവരും TV ചാനലിൽ വന്നിരുന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ല, പ്രണയം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ 18കാരി പെൺപിള്ളേർ ആലോചിക്കേണ്ട കാര്യങ്ങൾ അവരും ആലോചിക്കുന്നു എന്ന രീതിയിൽ, താങ്ക്സ് ടു ഗോഡ് ആൻഡ് ഗോദറേജ് എന്ന് പറയുന്ന രീതിയിൽ നന്നായിട്ട് മുടിയൊക്കെ കറുപ്പിച്ച് മേക്കപ്പും ചെയ്ത് വന്നിരുന്ന് പ്രണയത്തിൻ്റെ അപാരമായ ആ വശ്യത എന്നൊക്കെ പറയുമ്പോൾ, ഈ പ്രണയം എന്ന വാക്കിന് പ്രകർഷേണ ഉള്ളൊരു നയമാണ്. ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടി ചില അടവ് നയങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നു. എന്ത് കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
എൻ്റെ ചോദ്യം, ഒരു അമുസ്ലിമിനെ പ്രണയിക്കുന്നു എന്ന ഇവരുടെ വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ പ്രണയിക്കുന്ന ആണായാലും പെണ്ണായാലും മുസ്ലിം ഇസ്ലാം ആണെങ്കിൽ എന്തുറപ്പാണ്? മതം മാറ്റം ഉറപ്പല്ലേ? അപ്പൊ പ്രണയത്തിന്റെ പ്രീ കണ്ടീഷനാണ് മതം മാറ്റം. ഒരുത്തന മതം മാറ്റി ഇസ്ലാം ആക്കി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ, ഇവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹ് ഹൂറികളെ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹൂറികളെ കിട്ടും എന്ന് കരുതി ഒരു പ്രൈസ് കാച്ച് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രൈസ് കാച്ച് നടത്തി മതം മാറ്റിയതാണ് മാധവിക്കുട്ടിയെ. ഞാൻ അതിൻ്റെ വിശദ വിവരങ്ങൾ ഒരിക്കൽ എഴുതിയിരുന്നു, ബാബു കണ്ടിരിക്കും. ഒരാൾ മരിച്ചപ്പോഴാണ് ഞാൻ ആ വിവരം അറിയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരെയൊക്കെ മതം മാറ്റിയിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടത് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഞാനിനി ആ വേണ്ടതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മരിച്ചുപോയവരെ കുറിച്ച് മോശം പറയരുതല്ലോ എന്ന് കരുതി മാത്രം മിണ്ടാതിരിക്കുന്നതാണ്. എന്നെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ച് ഞാനതൊക്കെ വിളിച്ചു പോകും. എനിക്കറിയാം, അത് തന്നെയാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്. മാധവിക്കുട്ടി മതം മാറിയപ്പോൾ ഞാൻ മാതൃഭൂമിയിലൊരു കത്തെഴുതി. മഹാത്മാഗാന്ധിയുടെ മകൻ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്. അദ്ദേഹം പറഞ്ഞ്, മകനിങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ഇതപര്യന്തമുള്ള ജീവിതം കൊണ്ട് വിശുദ്ധമായ ഒരു മതത്തെ അങ്ങ് ആവോളം അവഹേളിച്ച് കഴിഞ്ഞു. ഇനി മറ്റൊരു മതത്തെ കൂടി അങ്ങനെ ചെയ്യണോ എന്ന് ആലോചിക്കാൻ. ആ മതം മാറ്റം ഇതാണ്. അപ്പം മതം മാറ്റം ജിഹാദാണ്. മതം മാറ്റത്തെ പരിശുദ്ധ ഖുർആൻ ജിഹാദായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞാൻ എഴുതി പൂർത്തിയാക്കി ഒരു ഇംഗ്ലീഷ് പുസ്തകം അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് ഇൻ ദ ഹോളി ഖുർആൻ എന്നാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ പറഞ്ഞ്, സാറ് ഇത് കൊല്ലപ്പെടുമല്ലോ. അവനെ ഇപ്പം അല്ലെങ്കിലും കൊല്ലപ്പെടുമല്ലോ. ഇനിയിപ്പോൾ ഇവന്മാരുടെ കൈ കൊണ്ടാണെങ്കിൽ അത് അങ്ങനെ ആകട്ടെ നോക്കാം, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ പോകുന്നില്ലല്ലോ ആയുഷ്കാലം മുഴുവൻ. എന്ന് വെച്ചാൽ അനന്തകാലം ജീവിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ ജീവിച്ചിരിക്കാൻ വേണ്ട. കാരണം എടുത്തു വെക്കാൻ 3 പേരും ശ്വസിക്കാനായിട്ട് യന്ത്രമൊക്കെ ആയിട്ട് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ചത്തുപോകുമല്ലോ. അപ്പോൾ അവരുടെ കൈ കൊണ്ടാണ് ചാകാനെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരട്ടെ. ഞാൻ യൂണിവേഴ്സിറ്റിയിലുള്ള സമയത്ത് എൻ്റെ മക്കളെ വരെ ഭീഷണിപ്പെടുത്തിയവരാണ്. ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ഒരാളല്ല. അത് ഇസ്ലാം മതത്തോടും മുസ്ലിം സമുദായത്തോടും അകമഴിഞ്ഞ മൈത്രി സൂക്ഷിക്കുന്ന പിണറായി വിജയനും അക്കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ലവ് ജിഹാദ് ഉണ്ട്. ഇവിടെ ഹലാലിനെ കുറിച്ച് പറഞ്ഞു. ഹലാലിനെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് അതിനകത്തല്ല. 5-ാമത്തെ അധ്യായത്തിൽ 3, 4, 5 സൂക്തങ്ങളിലാണ്. എന്താണ് ഹലാല്, അതിൻ്റെ അനന്തര ഫലം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് പ്രധാനമായും വായിച്ചു കഴിഞ്ഞാൽ ഇറച്ചിവെട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരു മൃഗത്തെ എങ്ങനെ വേണം ഭക്ഷണത്തിന് വേണ്ടി കൊല്ലാൻ. ഒരു മൃഗത്തെ ഈ വേട്ടനായ്ക്കളെ വെച്ചിട്ട് മൃഗത്തെ പിടിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വേട്ടനായ്ക്കളുടെ വായിൽ ബിസ്മി ചൊല്ലണം. ടീച്ചർ ചിരിക്കണം, ഞാനിത് വായിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, വസ്തുത പറയുന്നതാണ്. ആ വേട്ടനായ പോയി, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേട്ടമൃഗം പോയി പിടിച്ചുകൊണ്ട് വരുന്നതിന് നമുക്ക് വിഹിതമാണ്. ആയിക്കോട്ടെ, അറബ് ജനത അങ്ങനെയൊക്കെ ആയിരിക്കാൻ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, സസ്യാഹാരം കഴിക്കുന്നവന് ഈ ഹലാല് ബാധകമേ അല്ലല്ലോ.
ഹലാലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത 3 ഈ ഹലാലിൻ്റെ ഈ വിസ്തരിച്ച് പറഞ്ഞത്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, വിസ്തരിച്ചാണ് പറഞ്ഞേക്കണം. 4ാമത്തെ കാര്യത്തിലാണ് അപകടമുള്ളത്. അത് ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടുമാണ് പറഞ്ഞത്. നിങ്ങളുടെ മതം മലിനമാക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ വിശുദ്ധീകരിച്ച മതമാണ് ഇസ്ലാം. നിങ്ങൾ നിങ്ങളുടെ മതങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമാകണം. അതാണ് ദൈവഹിതം എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനാരാണ് ഈ പ്രവാചകന് അവകാശം നൽകിയത്? അദ്ദേഹത്തിന്റെ മതത്തെ പെർഫെക്റ്റ് ആക്കി വെച്ചോ, ഒരു വിരോധമില്ല. മറ്റ് മതങ്ങളുടെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ ഈ പ്രവാചകന് ആരവകാശം കൊടുത്ത്? ഇതിലെവിടെയാണ് ജനാധിപത്യം? അവിടെയാണ് പ്രശ്നം വരുന്നത്. മറ്റ് മതങ്ങളല്ലേ ഇവർ ഈ പറയുന്ന രീതിയിൽ ഈ വേട്ടമൃഗത്തിന്റെ വായിൽ ബിസ്മി ചൊല്ലിയിട്ട് കിട്ടുന്നതിനെ ഭക്ഷിച്ചോളൂ, ആര് പറഞ്ഞു വേണ്ട എന്ന്? പക്ഷേ മറ്റ് മതങ്ങളെ നശിപ്പിച്ച് അതിൽപ്പെട്ടവരെ മുഴുവനും ഇസ്ലാം മതത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹലാൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് മതങ്ങളൊക്കെ ഹറാമാണ്, ഇതാണ് ഹലാൽ എന്നാണ് പറയുന്നത്. അവിടെയാണ് കുഴപ്പം വരുന്നത്. ഈ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന യൂസഫ് അലിയുടെ വ്യാഖ്യാനത്തിൽ യൂസഫ് അലി പറയുന്നത് ഇത് മഹത്തായ ഒരു ആജ്ഞയാണ്. അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വെളിപാടുകളിൽ പെട്ടതാണ്. ഈ വെളിപാട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 2ാം മക്ക യാത്ര നടത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മതമാണ് നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ മറ്റവൻ്റെ മതം മോശമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ആരധികാരം നൽകി? നിങ്ങൾ ഹലാൽ ഭക്ഷണം തന്നെ കഴിച്ചോ? ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ചെന്നിട്ട് നിങ്ങൾ എനിക്ക് ഹലാൽ മസാല ദോശ വേണമെന്ന് ആവശ്യപ്പെട്ടോ? മസാല ദോശ ഹലാലായിട്ട് വരുമല്ലോ. ഹലാൽ ഇഡലി, ഹലാൽ പുട്ട്, ഹലാൽ കടല, ഹലാൽ പപ്പടം, ഹലാൽ മസാല ദോശ എല്ലാം വന്നോട്ടെ, വിരോധമില്ല. നിങ്ങൾക്ക് പന്നിമാംസം വേണ്ട എന്ന് കരുതി അങ്കമാലിയിലുള്ള ക്രൈസ്തവർക്ക് പന്നിമാംസം കഴിക്കാനുള്ള അവകാശമില്ല, അവരത് കഴിക്കട്ടെ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു മാംസവും കഴിക്കാതെ എനിക്കും ജീവിച്ചിരിക്കാമല്ലോ. പക്ഷേ ഈ പ്യൂരിറ്റി എന്ന് പറയുന്ന സങ്കല്പമാണ് ഈ ഖുറാനിൽ 5-ാം അധ്യായത്തിൽ 3, 4, 5 കൊണ്ടുവന്നിട്ട് ഇതാണ് ശരി, ഇതാണ് സംശുദ്ധം, ഇതാണ് മഹത്ത് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും നിരാകരിക്കണം എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ, നന്മയ്ക്കെതിരെ നിൽക്കുന്ന, ദൈവത്തിനെതിരെ നിൽക്കുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഖുർആൻ എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അതാണ് പ്രശ്നം. ഈ പ്രസ്താവന അതിനകത്തുണ്ട്. അപ്പൊ എന്തു ചെയ്യും? ഇതിൽ പറയുന്ന ആ പ്യൂരിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ, ഏറ്റവും ശരി എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ, ഏറ്റവും സംശുദ്ധം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഒരു വ്യാപനമാണ് ഇന്ന് കാണുന്നത്. ആ വ്യാപനം തുടങ്ങി വെക്കുന്നത്, ആ സിദ്ധാന്തത്തിൻ്റെ പേരാണ് വഹാബിസം. അബ്ദുൽ അൽ വഹാബ് സൗദി അറേബ്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു മൊല്ലാക്കയാണ്. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞ്, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മുസ്ലിം ആചാര മര്യാദകളും ഖുർആൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് ശരിയായ സംശുദ്ധമായ ഖുർആൻ മുസ്ലിം ജീവിതം ഇതാ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു കൊച്ചു നാടുവാഴി ഉണ്ടായിരുന്നു.
വളരെ ചെറിയൊരു രാജ്യത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് സഊദ് എന്നായിരുന്നു. അപ്പോൾ സഊദും വഹാബും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു. മതവും രാഷ്ട്രീയവും ഒരുമിക്കുന്നത് അവിടെയാണ്. ആ മതരാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് സൗദി അറേബ്യ. ആ സഊദിൻ്റെ വംശപരമ്പരയാണ് അവിടുത്തെ രാജാക്കന്മാർ. അവർ പിന്തുടരുന്നതാണ് വഹാബിസം. ആ വഹാബിസത്തിൻ്റെ സ്വാധീനത്തിൽ വഴങ്ങിയിട്ടാണ് കേരളത്തിൽ പർദ്ദ വന്നത്. അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി വൻ രീതിയിലുള്ള സംരംഭം ഇസ്ലാം മത അനുയായികൾ ഉണ്ടാക്കി. പെട്രോ ഡോളർ അവർക്കതിന് സഹായമായി തീർന്നു. ഇസ്ലാമിക രാജ്യങ്ങൾ, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സംഘടന ഇതിനു വേണ്ടി പണം നീക്കിവെച്ച് ആ പണം മാധ്യമരംഗത്തും ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തും ബുദ്ധിജീവി വിഭാഗങ്ങളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി വിനിയോഗിക്കുകയും ആ പണത്തിൻ്റെ വിനിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിൽ തുടങ്ങിയത് എന്ന കാര്യവും നമ്മൾ മറക്കരുത്. മൗദൂദിയുടെ വ്യാഖ്യാനവും നിങ്ങൾ വായിക്കേണ്ടതാണ്. ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട് മൗദൂദിയുടെ വ്യാഖ്യാനം. ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥം, ഒരേ ഒരു അവസാനത്തെ പ്രവാചകൻ. എനിക്ക് അതിനകത്താണ് വിയോജിപ്പുള്ളത്. കാരണം ഞാനൊരു പ്രവാചകനാകാമെന്ന് കരുതിയിരിക്കുമ്പോൾ ഒരാൾ 100-500 കൊല്ലം മുമ്പ് വന്നിട്ട് അവസാനത്തെ പ്രവാചകൻ വന്നുപോയി എന്ന് പറഞ്ഞാൽ എൻ്റെ അവസരമില്ലാതെ ആവില്ലേ? അതെങ്ങനെ അവതരിപ്പിക്കാം? അതെങ്ങനെ പറ്റും? അദ്ദേഹത്തിന് ദൈവം വെളിപാട് കൊടുത്തെങ്കിൽ അദ്ദേഹത്തെക്കാൾ ഒരു കറ തീർന്ന അടിമയാകാൻ ദൈവത്തിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ദൈവവും എൻ്റെ കൂടെയല്ലേ നിൽക്കുള്ളൂ. അവനെ എന്നാൽ പിന്നെ നിനക്കായിക്കോട്ടെ എന്ന് പറയില്ല. ആ അവസരമില്ലാതെയാക്കിയതാണ്. അന്ത്യപ്രവാചകൻ, ഒരേ ഒരു മതം, ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു ജീവിത രീതി, ഇത് പറയുന്നത് മനുഷ്യവിരുദ്ധമായ കാര്യമാണ്. ആ വഹാബിസം കണ്ടെത്തിയ ഹലാൽ സങ്കല്പത്തിൻ്റെ വ്യാപനമാണ് ഇന്ന് കാണുന്നത്. ഹലാൽ ബാങ്ക് വരുന്നു, ഹലാൽ വാസ്തുവിദ്യ. പിന്നെ അറബിയിൽ വാസ്തുവിദ്യ അല്ലേ ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു പറയുന്നത്? വാസ്തുവിദ്യ, ഹലാൽ വാസ്തുവിദ്യ. ഹലാൽ വാസ്തുവിദ്യ വെച്ചിട്ട് ഹലാൽ ഫ്ലാറ്റ്. ഇതെന്തൊരു ഫ്ലാറ്റ്? ഹലാൽ വാസ്തുവിദ്യ പ്രകാരമുള്ള ഹലാൽ ഫ്ലാറ്റ് വരുന്നു. എങ്ങനെ ഗൃഹം പണിയണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതിന് ശേഷം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഹലാലിൽ വരുന്നത്? ഹലാൽ ബാങ്ക് വരുന്നു, ഹലാൽ വസ്ത്രം വരുന്നു, ഹലാൽ ഭക്ഷണം വരുന്നു, ഹലാൽ മരുന്ന് വരുന്നു, ഹലാൽ വിദ്യാഭ്യാസം വരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം എന്നീ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ മതത്തിൻ്റെ പേരിൽ നിർവചിക്കുക എന്ന ഏറ്റവും അപായകരമായൊരു തീരുമാനമാണ് ഈ ഹലാലിന് പിന്നിലുള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ വന്നാൽ എന്താണ്? അങ്ങനെ വന്നാൽ അയിത്തം വരും. ഹറാമായി കഴിക്കുന്നവനെ അകന്നു പോകാൻ പറയും. ഈ അയിത്തത്തിനൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 50 അടി മാറി നിൽക്കാൻ പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള ദൂരം കൃത്യമാണ്. രണ്ടുപേരും അകന്നു പോകും. അയിത്തം ആചരിക്കുന്നവനും ആചരിക്കപ്പെടുന്നവനും തുല്യ അകലത്തിലായിരിക്കും. അതാണ് അയിത്തത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ അയിത്തം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സമൂഹത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും ആ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അധികാരം നേടുകയും വേണം എന്ന ഗൂഢലക്ഷ്യമാണ് ഹലാലിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ ചെറിയൊരു കാര്യമല്ല. ഇത് മുസ്ലിങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടതല്ല. 1906 ഡിസംബർ 28 മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. 3 ലക്ഷ്യങ്ങളായിരുന്നു.
അവർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാരുടെ കൂടെ ഇല്ല, അതിനകത്ത് ഹിന്ദുക്കളാണുള്ളത്, ഞങ്ങൾ ഹിന്ദുക്കളുമായിട്ട് ചേരില്ല. എന്താ കാരണം? ഞങ്ങൾ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഭരണക്കാരായിരുന്നു, ഹിന്ദുക്കൾ ഭരിക്കപ്പെട്ടവരുമായിരുന്നു. ഭരിക്കപ്പെട്ടവരും ഭരിച്ചവനും ഒരുമിച്ച് നിന്നൊരു സമരം ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? നിങ്ങൾ ഈ രാജ്യം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഭരിച്ചിരുന്ന ഞങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് രാജ്യം കൊടുക്കണം. ഇനി അത് പറ്റില്ലെങ്കിൽ രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാനായും ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഹിന്ദുസ്ഥാനായും കൊടുക്കണം എന്നാണിത്. 1906 ഡിസംബർ 28 അതിൻ്റെ ഫലം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പണ്ഡിതന്മാർ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ്. വിശേഷിച്ചും പറവൂരുള്ള എല്ലാ പണ്ഡിതന്മാർക്കും സകല കാര്യങ്ങൾ അറിയാവുന്നവരാണ്. മുസ്ലിം പ്രാതിനിധ്യമില്ല. കേരളത്തിൽ എന്താണ് മുസ്ലിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിച്ചത്? 1921. എന്താണ് കാരണം? ഖിലാഫത്ത്. എന്താണ് ഖിലാഫത്ത്? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തും ഭരിച്ചിരുന്ന ഖാലിഫയുടെ സാമ്രാജ്യത്തെ യുദ്ധത്തിൽ ജയിച്ചവർ 3 ആക്കി വിഭജിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം മാത്രം ഖലീഫയ്ക്ക് കൊടുത്തു. ഖലീഫ അന്ന് ഒടുങ്ങി പറഞ്ഞ് എനിക്ക് മുഴുവൻ രാജ്യവും തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഖലീഫയ്ക്ക് മുഴുവൻ രാജ്യം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുള്ള സമരത്തെ ഗാന്ധി ഏറ്റെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന്. അപ്പോഴാണ് മലബാറിലെ മുസ്ലിങ്ങൾ ദേശീയ പ്രസ്ഥാനവുമായി അടുത്തത്. അതിനു മുമ്പ് അവർ മുസ്ലിം ലീഗുകാരാണ്. അടുത്ത് കഴിഞ്ഞപ്പോൾ കേശവമേനൊക്കെ എഴുതിയേക്കണ വായിച്ചു കഴിഞ്ഞാൽ ഹർഷപുളകിതനായി പോവും. കാരണം 10,000-കണക്കിന് മുസ്ലിങ്ങൾ കോൺഗ്രസിലേക്ക് വന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേശവമേനോൻ ആവേശഭരിതനായിട്ട്, പാവം. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. ഹിന്ദുക്കളെ വംശഹത്യ നടത്തി. മാപ്പിള ലഹളയിൽ ഹിന്ദു വംശഹത്യ ഉണ്ട്, അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഹിന്ദുക്കളെ വംശഹത്യ നടത്തി. ഒരു നമ്പൂരി ബാങ്ക് കൊള്ളയടിച്ചതല്ല, പിടിച്ചെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്നതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു. ഹിന്ദുക്കളുടെ ഭൂമി കയ്യേറി, വീട് കയ്യേറി, അവരെ കൊന്നു, അവരെ മതം മാറ്റി, ഇതൊക്കെ ചെയ്തു. ഗാന്ധി അതിനെക്കുറിച്ച് എഴുതി. ഭ്രാന്തിളകിയ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ചെയ്യുന്നതിനോട് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ വിയോജിക്കും എന്ന് ഞാൻ കരുതട്ടെ. വിയോജിച്ചില്ല. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം വൻ പരാജയമായി തീരുകയും ചെയ്തു. ഖിലാഫത്ത് പ്രസ്ഥാനം കഴിഞ്ഞപ്പോൾ ഈ പായൽ ഒഴുകി വരുന്ന രീതിയിൽ ഒഴുകി വന്ന മുസ്ലിങ്ങൾ മുഴുവനും, ആ പച്ച നിറവും കൂടെ ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ പായലിൻ്റെ ഉപമ എടുത്തത്. കാവ്യനീതിയും കൂടി വേണമല്ലോ. അപ്പോൾ ഒഴുകി വന്ന മുസ്ലിങ്ങൾ മുഴുവൻ കോൺഗ്രസ് വിട്ടുപോയി. 1947 ഓഗസ്റ്റ് 14 വരെ അവരെല്ലാം മുസ്ലിം ലീഗുകാരായി. 14 മുസ്ലിം ലീഗ് 3 പിളർന്നു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ മുസ്ലിം ലീഗ്, അവാമി ലീഗ് ബംഗ്ലാദേശിൽ. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിന്നു? കോൺഗ്രസിൻ്റെ കൂടെ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ? നിങ്ങൾ ചരിത്രം പഠിക്കുന്നവരല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരവിടെ നിന്നു, ഇങ്ങോട്ട് വന്നേയില്ല. 47 ശേഷം അവർ കോൺഗ്രസുമായി ചേർന്നത് മഹാത്മാഗാന്ധി മഹാനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല, അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ചത്ത കുതിര ജീവനുള്ള കുതിരയായി കൂടി ആ കുതിര മലബാറിൽ നിന്ന്
അതൊരു യാഗാശ്വമായി തിരുവനന്തപുരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ നീക്കമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ വസ്തുത എന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത്. കാരണം അത് ഇസ്ലാമിക രാജ്യം, പാൻ ഇസ്ലാമിസം, അതുകൊണ്ട് ദാറുൽ ഇസ്ലാം എന്നാണ് പറയുന്നതിന്. അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ അത് മറച്ചു വെക്കാറില്ല. ഇവിടെ ഇപ്പം അവസരമില്ല. നമ്മുടെ കമാൽ പാഷ, ഞാനത് എഴുതിയിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയിരുന്നു. കമാൽ പാഷ, ഞാൻ അമ്പരന്ന് പോയി. കമാൽ പാഷ സെക്യുലറിസ്റ്റാണല്ലോ, എൻ്റെ സ്നേഹിതനുമാണ്. അദ്ദേഹം UAE പോയിട്ട് അവിടെയുള്ള മുസ്ലിങ്ങളോട് പ്രസംഗിക്കുന്ന എന്താണ് പറയുന്നത്, എൻ്റെ പേര് വീഡിയോ കിട്ടി. അപ്പോൾ പറഞ്ഞ് അവിടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ സെക്യുലറിസം പറയുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവിടെ ഇപ്പം അത് പറയണം, നമുക്ക് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറിജിനൽ പറയാമെന്ന്. ഇത് പറഞ്ഞത് കമാൽ പാഷയാണ്. ഞാൻ അത് തന്നെ വെച്ചുകൊണ്ട് എഴുതിയിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ. സെക്യുലറിസ്റ്റാണ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ നിങ്ങൾ തോന്നിയ രീതിയിൽ മാറ്റരുത്. അത് നിയമപരമായി തെറ്റാണ്. ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതി വിധി ഭരണഘടനയ്ക്കും ആ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന മത ആചാര അനുഷ്ഠാനങ്ങൾക്കുള്ള അവകാശങ്ങൾക്കും വിരുദ്ധമാണ്. അതുകൊണ്ടത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് 1200 ചില്ലാനം കേസുകൾ, ക്രിമിനൽ കേസുകൾ എനിക്കും ടീച്ചർക്കും ഉള്ളത്. പക്ഷേ എനിക്ക് പിണറായി വിജയനോട് ഒരു കാര്യത്തിൽ വലിയ നന്ദിയുണ്ട്. കാരണം ബലാത്സംഗവും കൊലപാതകവും അദ്ദേഹം എൻ്റെ പേരിൽ ആരോപിച്ചിട്ടില്ല. അദ്ദേഹം ഉദാഹരണമല്ലേ, വേണമെങ്കിൽ അതുകൂടി ചെയ്യാമായിരുന്നു. ആരാ ചോദിക്കാനുള്ളത്? ആരെവിടെ എന്ന് ചോദിക്കുമ്പോൾ DGP ലോകനാഥ് ബെഹ്റ അടിയൻ എന്ന് പറഞ്ഞ് അവിടെ ചെല്ലും. അവൻ്റെ പേരിൽ ചുമത്തു കൊലപാതകവും 2 ബലാത്സംഗവും എന്ന് പറഞ്ഞാൽ ഉത്തരവ് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് പോലീസുകാരോട് പറയും ചുമത്താൻ പറയും. പോലീസുകാർ ചുമത്തും. ആ ചുമത്തിയതാണ് ഈ കണ്ടത് ബാബുവിന് നേരെ. അവനെ വിടണ്ട, ചുമത്തു എന്ന് പറഞ്ഞ് ചുമത്തി. അപ്പൊ എന്തുണ്ട്, 153(b)(a) ആക്കി കളയാം. 150 വേറെ 2-3 കൂടി വെക്ക്. കൊലപാതക ശ്രമം വല്ലതുണ്ടെങ്കിൽ അതും കൂടി വെക്കാൻ പറയും. പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ ആദ്യമേ കണ്ടെത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഒരു മാറ്റം ഇപ്പോഴും ഇല്ല. EMS അടക്കം. EMSനെ ഞാൻ ഒഴിവാക്കിയെന്നൊരു വരരുത്. പിന്നെ പറവൂരുള്ള ചിലരൊക്കെ വലിയ ബുദ്ധിജീവികളാണ്, അവർക്ക് എന്തും വഴങ്ങും. പക്ഷെ മലയാളം പറഞ്ഞാൽ മനസ്സിലായില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കാരണം ഞാൻ മലയാളം BAയും മലയാളം MAയും പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൽ വെച്ച് മലയാളം പഠിത്തത്തിൽ നിർത്തിയ കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മലയാളം BA ഞാനിത് വെറുതെ പറയുന്നതാണെന്ന് കരുതരുത്. അതോടുകൂടിയാണ് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുന്നത് നിർത്തിയത്. ഞാൻ ചെറുപ്പം മുതലേ വായിച്ചിരുന്നൊരു ആഴ്ചപ്പതിപ്പ്. എൻ്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോഴും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മേടിക്കുമായിരുന്നു. കാരണം മക്കൾ മലയാളമൊക്കെ പഠിക്കട്ടെ എന്ന് കരുതി മേടിച്ചിരുന്നതാണ്. അപ്പോൾ ഈ പത്രവും ആഴ്ചപ്പതിപ്പും കൂടി വന്നിട്ട് അന്നൊരു ചൊവ്വാഴ്ചയാണ് ഇത് വരിക. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പത്രമല്ല നോക്കുന്ന ആഴ്ചപ്പതിപ്പായിരിക്കും. അപ്പോൾ ആഴ്ചപ്പതിപ്പ് നോക്കിയപ്പോൾ ചങ്ങമ്പുഴയെക്കുറിച്ചൊരു ലേഖനം എനിക്ക് പരിചയമുള്ള ഒരാളാണ് എഴുതിയേക്കണം. ആദ്യത്തെ